ഇപ്പോഴും മാധ്യമപ്രവർത്തനം, പത്രപ്രവർത്തനം എനിക്കൊരു പാഷനാണ്. എനിക്കിപ്പോഴും ഒരു ലഹരിയാണ്. രാഷ്ട്രീയമൊക്കെ നോക്കുന്ന ആളാണ്. ഇനിയിപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. ഇനി പുതിയ സർക്കാർ രൂപീകരണമൊക്കെ വരികയാണ്. മുഖ്യമന്ത്രിയെ ചൊല്ലി പ്രശ്നങ്ങൾ കോൺഗ്രസ്സിലുണ്ട്. LDFിലാണെങ്കിൽ CPMലാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെ ഇനിയും മത്സരിപ്പിക്കാമെന്നൊക്കെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നുവെന്നാണ് നമ്മൾ കേൾക്കുന്ന ചർച്ചകൾ. ഈ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ എന്താ വന്നത്? താങ്കളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുക. ഇപ്പം രാഷ്ട്രീയ ചർച്ചകളൊക്കെ ചാനലിൽ വരുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? രാഷ്ട്രീയ ചർച്ചകൾ കേൾക്കുമ്പോൾ ഒരു കൗതുകത്തോടെ കാണുന്നു, കേൾക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് ഒന്നുമില്ല. ഒരു കൗതുകത്തോടെ കാണുന്നു. രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ ചർച്ചകളല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളം വെക്കും, അടി ബഹളം, ആ തരത്തിലല്ലേ വരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അനുഭവമുണ്ട്. ഒരു പഞ്ചായത്ത് അന്ന് ബ്രിട്ടാസ് നടത്തിയ ഒരു ചർച്ചയിൽ ഞാനും ബേബിയും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട്. എം എ ബേബിയായിട്ട്. അങ്ങനെ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്. കോർത്ത് അപ്പോൾ എങ്ങനെ കൊമ്പ് കോർത്താലും അതിനൊക്കെ ഒരു 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 വിധത്വമുണ്ട്. ഇപ്പോൾ അതല്ലല്ലോ, ഇപ്പം എന്തും പറയാം, ആ ഒരു ലെവലിലാണ്. അപ്പോൾ അതൊക്കെ മാറിയ ചർച്ചകളുടെ ഒരു നിലവാരം കുറഞ്ഞു എന്നൊന്നുമല്ല, എല്ലാത്തിൻ്റെയും നിലവാരം കുറഞ്ഞു. ഇനി ചർച്ചയുടെ മാത്രം നിലവാരം കുറയാതിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ചർച്ചയൊക്കെ ഒരു കൗതുകത്തോടെ കാണുന്നു. ജനമൊന്നും ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് ആൾക്കാർ പ്രേക്ഷകരെ കിട്ടുന്നില്ലല്ലോ. ഈ ഡിബേറ്റിന് പ്രേക്ഷകരെ കാണുന്നില്ല. ഏറ്റവും നല്ല ഇപ്പോൾ ബിനു വിജോണിൻ്റെ ഡിബേറ്റിന് പ്രേക്ഷകരെ കിട്ടും. വേണു ഇപ്പോൾ ഡിബേറ്റ് മീഡിയ വണ്ണിൽ പോയപ്പോൾ വേണുവിൻ്റെ ഡിബേറ്റൊക്കെ ചതഞ്ഞു പോയി. മുമ്പ് മാതൃഭൂമി ഇരുന്നപ്പോൾ വേണുവിൻ്റെ ഒരു പ്രേക്ഷകർ, പിന്നെ 24 പോയി. 24 ഇരുന്നപ്പോൾ വേണുവിൻ്റെ ചിപ്പെല്ലാം ഊരി അവരങ്ങ് മാറ്റി. അപ്പോൾ വേണു അവിടെ നിന്നും ക്ലിക്കായില്ല. പിന്നെ മീഡിയ വണ്ണിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ വേണു മാതൃഭൂമി ഇരുന്നപ്പോൾ നല്ലൊരു ഡിബേറ്ററായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഒരു കൗതുകത്തോടെ ജനം ഒരു കലാപരിപാടി പോലെ കാണും. ഒരു കലാപരിപാടി വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് കാണാവുന്ന ഒരു കലാപരിപാടി. ഇതൊന്നും മനസ്സിനെ ബാധിക്കുന്നതേ ഇല്ല. ഒന്നിത് മനസ്സ് നിൽക്കത്തില്ല. ഒരു ചെറിയ സ്ക്രീനിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഡിബേറ്റൊന്നും ഗൗരവത്തോടെ ആൾ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇലക്ഷൻ വരുവാണ്, എങ്ങനെയാണ്? UDFന് ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. UDFിൽ ഒരു ഐക്യമില്ലായ്മയില്ല ഇപ്പോൾ. അത് വേറെ. UDF എന്തെങ്കിലും ജയിച്ചിട്ടുള്ളത് UDFിൻ്റെ ഐക്യം കൊണ്ടാണോ? LDFിൻ്റെ ദൗർബല്യം കൊണ്ടാണ് UDF ജയിച്ചിട്ടുള്ളത്. ആ ദൗർബല്യം ഇപ്പോൾ LDFിൽ ഇല്ലല്ലോ. അല്ല, ആ ദൗർബല്യമല്ല, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വരും. ഗവൺമെൻറ് വിരുദ്ധ വികാരം വരും. അത് രണ്ട് ടേം ഇരുന്നാൽ ഏത് ഗവൺമെൻറ്റും വരുന്നതാണ്. ഗവൺമെൻറ് വിരുദ്ധ വികാരം വരുമ്പോൾ ആ ഗവൺമെൻറ് വിരുദ്ധ CPM ഫോഴ്സസ് എല്ലാം കൂടെ യോജിക്കും. പണ്ട് ഹൈദരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, K. കരുണാകരൻ എങ്ങനെയാണ് UDFനെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്? CPM ഫോഴ്സസിനെ എല്ലാം കൂടെ യോജിപ്പിക്കും. SRP, NDP, ധീവരസഭ, എല്ലാവരും കൂടെ യോജിക്കും. ഈ പിളർന്നു പോയതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് ജയിപ്പിക്കുന്നത്. അതുപോലെ CPM ഫോഴ്സസ് എല്ലാം കൂടെ ഇപ്പോൾ യോജിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ. കാരണം ഒരിക്കൽ കൂടെ വന്നാൽ ഇവരെല്ലാം കുഴപ്പത്തിലാവും. അതിനകത്ത് കമ്മ്യൂണൽ ഫോഴ്സസ് ഉണ്ടാവും, ബാക്കിയുള്ള ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അവരെല്ലാം കൂടി യോജിച്ച് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം UDF വരും. UDF വന്നതിന് ശേഷം അടിയുണ്ടാക്കും, അത് വേറെ കാര്യം. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കൈപ്പേറിയ അനുഭവം ആ ചാനൽ മേധാവിയായി ഇരിക്കുമ്പോൾ അത്തരമൊരു വാർത്ത കൊടുക്കുകയും പിന്നിൽ ജയിലിൽ പോയപ്പോഴുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അതായിരിക്കും ഏറ്റവും വേദന, ഇന്നും വേദനയായിട്ട് നിൽക്കുന്നതും. ഇപ്പോൾ വേദനയാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, അതാണ് ഒരു നിർണായക ടേണിംഗ് പോയിന്റ്. എനിക്ക് വേദനയൊന്നുമില്ല, ഞാൻ പശ്ചാത്തപിക്കുന്നുമില്ല. അത് കൊടുത്തത് ഇന്നും സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വാർത്ത സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ശശീന്ദ്രനെതിരെയുള്ള വാർത്ത അന്ന് സംസാരിച്ചത് സത്യസന്ധമായ സാധനമാണ്, ആരെയും ഹണി ട്രാപ്പ് ചെയ്തതല്ല, അത് ജെന്യൂനായ ഫോൺ റെക്കോർഡിംഗ് തന്നെയാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോഴും അതുകൊണ്ടല്ലേ വീണ്ടും അദ്ദേഹം ആ കുഴപ്പത്തിൽ വീണ്ടും പോയി ചാടിയിരിക്കുന്നത്. എന്തുകൊണ്ട് പിന്നെ താങ്കളുടെ ചാനൽ അത് ഏറ്റുപിടിക്കുന്നില്ല ഇപ്പോൾ നിലവിൽ? അത് പറയാം, അത് വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അത് വിശ്വാസമുണ്ട്. ഇപ്പോഴും അദ്ദേഹം നേരത്തെ അണ്ണൻ എന്താണ് പറഞ്ഞത്, മരംകയറ്റം മാറണല്ലോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം താങ്കൾ ഉൾക്കൊള്ളുന്ന ഈ ന്യൂസ് മലയാളം 24/7 എന്തുകൊണ്ടാണ് ആ കേസ് അന്വേഷിച്ച് പുറകെ പോകുന്നില്ല? അന്വേഷണ പത്രപ്രവർത്തനമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ട് പോകുന്നില്ല? എല്ലാ ചാനലുകളും അതിൻ്റെ പുറകെയുണ്ട്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല? ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനലുകളും അതിൻ്റെ പുറകിലുണ്ട്. മെയിൻ സ്ട്രീം ചാനലുകൾ എന്തുകൊണ്ട് ആ വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതിലാണ് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു ചാനലിന് വാർത്ത കൊടുക്കുമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ടെലിഫോൺ സംഭാഷണം മുറിക്കപ്പെടാതെ കിട്ടണം. മുറിച്ചാണല്ലോ കൊടുക്കാറ് നിയമപരം. പക്ഷേ നമ്മുടെ കയ്യിൽ ഫുൾ ടെക്സ്റ്റ് വേണം നിയമപരമായി. കോടതി ആവശ്യപ്പെട്ടാൽ നമ്മൾ എഡിറ്റഡ് വെർഷൻ അല്ല കൊടുക്കേണ്ടത്, ഫുൾ വെർഷൻ കൊടുക്കണം.
മനസ്സിലായോ? അത് റെക്കോർഡ് ചെയ്തതായിരിക്കണം. ആ റെക്കോർഡ് ചെയ്ത അല്ലാതെ കോപ്പി ചെയ്തതായിരിക്കരുത്. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നിയമപരമായിട്ടുണ്ട്. IT ആക്ട് അനുസരിച്ച്, പത്രപ്രവർത്തകരല്ല, ഡിഫമേഷൻ IT ആക്ട് അനുസരിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലേ ആ വാർത്ത കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മറ്റ് ചാനലുകൾക്കും അത് കൊടുക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളും അതിൻ്റെ പുറകിലാണ്, അന്വേഷണത്തിലാണ്. ഏത് വാർത്തയ്ക്ക് പുറകിലും അല്ല, ഈ വാർത്തയ്ക്കും അന്വേഷണം, എല്ലാ വാർത്തയുടെ പുറകെ എല്ലാ പത്രക്കാരും പോകും. ഈ വാർത്തയ്ക്കും അജിത്ത് എന്ന വ്യക്തി CEO ആയിട്ടിരിക്കുന്ന ചാനലിലെ മലയാളം ന്യൂസ് ചാനൽ എന്ന നിലയിൽ ഏറ്റവും ഭംഗിയോടുകൂടി ആർജവത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന ചാനൽ ആ വാർത്തയ്ക്ക് പിന്നിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്തയുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് പുറകെ വാർത്തയാണെങ്കിൽ തീർച്ചയായും എല്ലാ പത്രക്കാരും പോകും. കിട്ടുന്നവൻ ഭാഗ്യവാൻ. നിലവിൽ ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ കിട്ടിയെങ്കിൽ വാർത്ത വന്നേനെയാണ്. നമുക്കും കിട്ടിയിട്ടില്ല. വാർത്ത വന്നേനെ, കിട്ടുന്നവർ വാർത്ത കൊടുക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.